യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്ന നിങ്ങൾ ഒരനുഗ്രഹമാണ്. നിങ്ങളുടെ വീടിന് നിങ്ങളൊരനുഗ്രഹമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളൊരനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആരുടെയൊക്കെയോ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തന്നെ മാറും. നിങ്ങളൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞില്ലേ, നീ ഒരു അനുഗ്രഹമാണെന്ന്. വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ഈ വചനത്തിൽ നിന്നുകൊണ്ട് പറയുക, നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ വീടൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ മക്കളൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് രോഗികളുടെ സൗഖ്യത്തിനായി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. വേദന കൊണ്ട് പുളയുന്ന രോഗികളുണ്ട്. ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു രോഗിയെ കാണാൻ ആ പ്രിയപ്പെട്ട കുടുംബത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പം അവരുടെ മക്കൾ, ഭാര്യ, പ്രിയപ്പെട്ടവരെല്ലാം കരയുന്ന പോലെയാണ്. അത്ര സങ്കടമാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ട ഒരാൾ കട്ടിലിൽ കിടന്ന് വേദന കൊണ്ട് പുളയുകയാണ്. വേദന കൊണ്ട് പുളയുവാണ്. മരുന്ന് വേദന സംഹാരി കൊടുത്തിട്ടും കുറച്ചു നേരമൊക്കെ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉള്ളൂ. പിന്നെയും വേദനയാണ്. എത്ര എണ്ണമെന്നാണ് കൊടുക്കുക? വേദന കൊണ്ട് പുളയുന്നൊരു സാഹചര്യം. കട്ടിലേ കിടന്ന് അദ്ദേഹം ഞെരിവിളി കൊള്ളുകയാണ്. ഞാനത് ഓർത്തു, ദൈവമേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ കുടുംബങ്ങളിൽ, ആശുപത്രികളിലൊക്കെ പലതരം രോഗങ്ങൾ കൊണ്ട്, വേദന കൊണ്ട് പുളയുന്നവരുണ്ട്. നിങ്ങളും പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ സൗഖ്യവും ആശ്വാസവും ബലവും അവർക്ക് കൊടുക്കണമേ. ഞങ്ങളിവിടെ ഇരുന്ന് അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് മാത്രമല്ല, ചില പ്രശ്നങ്ങൾ കൊണ്ട്, പ്രതിസന്ധികൾ കൊണ്ട്, ഒറ്റപ്പെടൽ കൊണ്ട് വിചാരിച്ചതുപോലെ അല്ല ജീവിതം മുന്നോട്ട് പോയത്. നേരെ ഓപ്പോസിറ്റാണ്. എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞ് ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വേദന കൊണ്ട് പൊളയുന്നവരുണ്ട്. ഓർത്തു പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും. പ്രത്യേകമായി മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരിക്കോ അടിമപ്പെട്ടു പോയി തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. കുടുംബം ആകെ ഇങ്ങനെയാണ്, സാഹചര്യം ഇങ്ങനെയാണ്. അവർക്കൊക്കെ ഒരു തിരിച്ചറിവുണ്ടാകണം. അവരൊക്കെ ദൈവത്തിലേക്ക് വരണം. ഒരു സാക്ഷ്യമായി അവരുടെ ജീവിതം മാറണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കുകയാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 4-ാമത്തെ വാക്യം. പുറപ്പാട് 19-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംഭവിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ദൈവം ഓരോ വ്യക്തികളെയും കൊണ്ടുവരുന്നത് ചുമ്മാ ഉന്തി തള്ളിയൊന്നുമല്ല, കെട്ടിവലിച്ചൊന്നുമല്ല. കഴുകന്മാരുടെ ചിറകുകളിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയാണത് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ കരുതലാണത് വെളിപ്പെടുത്തുന്നത്. എവിടെയെങ്കിലും ഇട്ടേച്ച് പോകുന്നവനല്ല ദൈവം. പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല ദൈവം. എത്തേണ്ടടുത്ത് ഏറ്റവും സുരക്ഷിതമായി എത്തിക്കുന്നവനാണ് ദൈവം. കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. 5-ാമത്തെ വാക്യം. ആ വാക്യമാണ് വളരെ പ്രാധാന്യത്തോടെ കേൾക്കുക. അതുകൊണ്ട് നിങ്ങളെൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനങ്ങളിലും വച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരാൾ ദൈവത്തിന് എങ്ങനെയായി മാറും? എത്രമാത്രം പ്രാധാന്യമുള്ളവരായി മാറും?
അവർ ദൈവത്തിന് എത്രമാത്രം ഇഷ്ടമുള്ളവരായി മാറും. ഈ വചനമൊക്കെ വായിക്കുമ്പോഴേ പെട്ടെന്നൊന്ന് വായിച്ച് പെട്ടെന്ന് കേട്ട് മറന്നു പോവല്ലേ. ഇതിനകത്തൊക്കെ നമ്മുടെ ജീവിതമുണ്ട്, അനുഗ്രഹമുണ്ട്. ഒന്നും കൂടെ വാക്യം വായിച്ച് 5-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് പ്രവർത്തിച്ചാൽ, ആ വചനം ധ്യാനിച്ചാൽ, ആ വചനത്തിൽ നിൽക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ എല്ലാ ജനങ്ങളിലും വച്ച് എനിക്ക് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ദൈവവചനം കേൾക്കുന്നവർ ദൈവത്തിന് ആരായി മാറും? ദൈവവചനം കേൾക്കുന്ന കുടുംബങ്ങൾ ദൈവത്തിന് ആരായി മാറും? ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബമായി മാറും. ഏറ്റവും സ്വന്തം വ്യക്തികളായി മാറും. ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറും. അപ്പോൾ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന വചനമാകട്ടെ, നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിലത് ബ്ലെസ്സിങ് ആയിട്ട് മാറുന്നത്? ദൈവത്തിൻ്റെ സ്വന്തമായി നമ്മൾ മാറുവാണ്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി നമ്മൾ മാറുവാണ്. ഡെയിലി ബ്ലെസ്സിങ്ങിലും നിയോഗ പ്രാർത്ഥനയിലൊക്കെ വർഷങ്ങളായി ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, അയച്ചു കൊടുത്തവരോട് പറയട്ടെ, സ്റ്റാറ്റസ് ഇട്ടവരോട് പറയട്ടെ, ഇത് വാമൊഴിയായി വചനം കേൾക്കാൻ പറഞ്ഞവരോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറും, സ്വന്തമായിട്ട് മാറും. ഇനി ഏറ്റവും പ്രിയപ്പെട്ടവരും ഏറ്റവും സ്വന്തമായിട്ടുള്ളവർക്ക് പ്രത്യേകതയുണ്ട്. അവർക്കൊക്കെ നമ്മളൊട്ടും പിശുക്ക് കൂടാതെ നമ്മുടെ കയ്യിലുള്ളത് എടുത്തു കൊടുക്കും. നമുക്കത് കൊടുക്കുന്നത് ഭയങ്കര ഒരു സന്തോഷവും സ്നേഹവുമാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്കതിന് കണക്ക് നോക്കിയല്ല, കൈ അയച്ച് കൊടുത്തേക്കും. ആ കൊടുക്കുന്ന ഒരു സന്തോഷമാണ്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി നമ്മൾ മാറുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം നമ്മളിലേക്ക് എടുത്തു തരും, കൈമാറി തരും. നമ്മളെ ദൈവം ആകമഴിഞ്ഞ് സഹായിക്കും. നമ്മുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ആ വാക്യമൊക്കെ വായിച്ചോ? അവർ എൻ്റെ സ്വന്തം ജനമായിരിക്കും. വചനം കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിച്ചുയർത്തുന്നത് കണ്ടോ? ദൈവവചനം കേൾക്കുന്നവരെ ദൈവത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടവരായി മാറുന്നത് കണ്ടോ? ഇന്ന് ഈ വെള്ളിയാഴ്ച ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരോടും ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരോടും എന്നേലും ഒരു സമയത്ത് ഇവിടെ വന്നവരോടും നിയോഗം എഴുതിയിട്ടവരോടും പ്രാർത്ഥിച്ചവരോടും ഒക്കെ പറയട്ടെ, നാളെ ഈ വചനം കേൾക്കുന്നവരോടും ഒക്കെ പറയട്ടെ, വചനം കേൾക്കുന്നതിലൂടെ എനിക്ക് പ്രിയപ്പെട്ടവരായി മാറുമെന്നല്ല, ആരുടെ വചനമാണ് കേട്ടത്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിന് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറും, ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനും സ്വന്തം ഒക്കെ ഉള്ളതിന് ഒരു ദോഷം, ഒരു പോറൽ പോലും ഏക്കാൻ സമ്മതിക്കുകയില്ല. നിങ്ങൾ മാതാപിതാക്കളായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും സ്വന്തമാണ്. ആ കുഞ്ഞിൻ്റെ കാല് പോലും ഒരു കല്ലേ തട്ടാൻ സമ്മതിക്കുകയില്ല. എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ എടുത്ത് തോളത്ത് ഇടും. എത്ര കാര്യമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ദൈവത്തിന് വചനം കേട്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുമ്പോൾ ഉണ്ടല്ലോ, ദൈവം നമ്മളെ ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരനർത്ഥവും നമുക്ക് സംഭവിക്കാൻ ഇടയാകാതെ തോളത്ത് വഹിക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളോട് തന്നെ പറ, ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു കഥപുസ്തകത്തിലെ ഒരു കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേട്ടെ. ആ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, എൻ്റെ വചനം കേൾക്കുന്നവർ എനിക്ക് പ്രിയപ്പെട്ടവരായി മാറുമെന്ന്, എൻ്റെ സ്വന്തം ജനമായി മാറുമെന്ന്. അപ്പോൾ ഈ ശുശ്രൂഷ എത്ര ഗൗരവമുള്ളതാ, ഈ പ്രാർത്ഥന എത്ര പ്രാധാന്യമുള്ളതാ, ഈ പ്രാർത്ഥന എത്ര ശക്തമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ദൈവവചനത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ.
ഓരോ വചനത്തിനകത്തും ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾക്കായി വച്ചിട്ടുണ്ടോ, എന്തെല്ലാം നന്മകൾ നിങ്ങൾക്കായി വച്ചിട്ടുണ്ടോ, അത് മുഴുവൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാൻ ഇടയാകട്ടെ. പുതിയ വഴികൾ തുറക്കട്ടെ. ഇന്ന് ചില ദൈവ അത്ഭുതങ്ങൾ കാണാൻ ഇടവരട്ടെ. ഇന്ന് ദൈവപ്രവൃത്തി നിങ്ങൾ കാണും. ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കും. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ ശനിയാഴ്ചയാണ്. നാളെ വൈകുന്നേരം മുതൽ ശനി, ഞായർ, തിങ്കൾ ബാംഗ്ലൂർ RRC റിന്യൂവൽ റിട്രീറ്റ് സെൻറ്ററിൽ വൈകുന്നേരം 5 മണി മുതൽ 8:30 വരെ നിയോഗ പ്രാർത്ഥന ബൈബിൾ കൺവെൻഷൻ നടക്കുവാണ്. അവിടെയുള്ളവരും ഉള്ളവരുണ്ടെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആഗ്രഹിക്കുന്നെങ്കിൽ, മനസ്സനുവദിക്കുന്നെങ്കിൽ, ഒക്കുന്നെങ്കിൽ സമയം കണ്ടെത്തി വരിക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ 5:30 ഒരുമിച്ച് വചനം കേൾക്കണം. ഒരുമിച്ച് വരാൻ അനുഗ്രഹമാണ്. ഒരുമിച്ച് വചനം കേൾക്കാൻ ഭാഗ്യമാണത്. 5:30 തന്നെ വചനം കേൾക്കാൻ ഒരുമിച്ച് എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക. അതൊരു ഭാഗ്യമാണ്, അതൊരവസരമാണ്. നാളെ 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.